നമസ്കാരം. കടുത്ത ഉപരോധങ്ങളും സാങ്കേതിക വിലക്കുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന ഒരു ദീർഘകാല സൈനിക മാതൃകയാണ് ഇറാൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധവും ആക്രമണവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഈ സമീപനം ഇറാന്റെ സുരക്ഷാ കാഴ്ചപ്പാടിന്റെ ആഴവും യാഥാർത്ഥ്യബോധവും വ്യക്തമാക്കുന്നതാണ്. ഇറാന്റെ ഡ്രോൺ തന്ത്രത്തിന്റെ ഹൃദയഭാഗം അളവ് തന്നെ ശക്തിയാണ്. ഈ ആശയത്തിൽ അധിഷ്ഠിതമാണ് ഷാഹദ് 136 പോലുള്ള ലോയറിംഗ് മ്യൂണിഷനുകൾ കുറഞ്ഞ ചെലവിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് വിന്യസിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ്. ആയിരക്കണക്കിന് ഡ്രോണുകൾ കൂട്ടമായി ഉപയോഗിക്കുന്നതിലൂടെ ശത്രുവിന്റെ വില കൂടിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി പൂരിതമാക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഒരു വശത്ത് ലക്ഷ്യത്തിലെത്തുന്ന ഡ്രോണുകൾ, മറുവശത്താകട്ടെ ഓരോ ഇന്റർസെപ്ഷനും ശത്രുവിന് വൻ ചെലവായി മാറുന്നു. ഇത് ശുദ്ധമായ സാമ്പത്തിക യുദ്ധതന്ത്രമാണ്. ഇസ്രയേൽ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഗുണനിലവാരത്തിനും ഉയർന്ന സാങ്കേതിക മികവിനുമാണ് മുൻഗണന നൽകുന്നത്. ഹെറോൺ TP, ഹാരോപ്പ്, ഹെർമിസ് 900 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൃത്യമായ നിരീക്ഷണവും പരിമിത ലക്ഷ്യങ്ങളിലേക്കുള്ള ആക്രമണമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ മാതൃകയ്ക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ട്. കൂടാതെ ഓരോ ഡ്രോണും നഷ്ടപ്പെടുമ്പോൾ അത് വലിയ സാങ്കേതികവും സാമ്പത്തികവുമായ നഷ്ടമായി മാറുകയും ചെയ്യുന്നു. ഇതിന് വിരുദ്ധമായാണ് ഇറാൻ സ്വീകരിച്ച വഴി സൈനിക ചരിത്രത്തെ തന്നെ വ്യത്യസ്തമാക്കുന്നത്. ഇറാന്റെ ശക്തി വെറും വില കുറഞ്ഞ ഡ്രോണുകൾ എന്ന ലേബലിൽ ഒതുങ്ങുന്നതല്ല. മൊഹാറാജ് 6 പോലുള്ള ഡ്രോണുകൾ ഗൈഡ് മ്യൂണിഷൻ വഹിക്കുവാൻ ദീർഘനേരം പറക്കുവാനും കഴിവുള്ളതാണ്. നിരീക്ഷണവും തന്ത്രപരവുമായ ആക്രമണം ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഈ സംവിധാനങ്ങൾ ഇറാന്റെ ആഭ്യന്തര വ്യവസായ ശേഷി എത്രമാത്രം വളർന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇത്തരം സംവിധാനങ്ങൾ വികസിപ്പിക്കുവാനും കയറ്റുമതി ചെയ്യുവാനും ഇറാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ നേട്ടമോ ഒരു ചെറിയ കാര്യമോ അല്ല. പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും പരിഹസിക്കുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇറാന്റെ മറ്റൊരു വലിയ വിജയഗാഥയ്ക്ക് പിന്നിലുള്ളത്. US-ന്റെ RQ-117 സെന്റിന് പോലുള്ള ഡ്രോണുകൾ പഠിച്ചും പുനർനിർമ്മിച്ചും സെയ്ഗെ, ഷാഹദി 171 പോലുള്ള പ്ലാറ്റ്ഫോമുകളും ഇറാൻ വികസിപ്പിച്ചെടുത്തു. ഇത് സാങ്കേതിക മോഷണമല്ല എന്നും മറിച്ച് ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയൂ. ഈ കഴിവ് ഇറാനെ പുറം ആശ്രയങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുകയും, അതായത് മറ്റൊരാളിനെ ആശ്രയിക്കുന്നതിൽ നിന്നും സ്വതന്ത്രമാക്കുകയും രഹസ്യമായും ഫലപ്രദമായും പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചെലവിന്റെ കാര്യത്തിലാണ് ഇനി നോക്കുന്നതെങ്കിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വ്യത്യാസം ഏറെ നിർണായകമാണ്. ഒരു ഇസ്രയേൽ അയൺ ഡോം ഇൻഡസ്പെയിൻ 10,000-കണക്കിന് ഡോളർ ചിലവാകുമ്പോൾ ഒരു ഷാഹദി ഡ്രോണിന്റെ വില അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈ അസമത്വം ദീർഘകാല യുദ്ധത്തിൽ ആരാണ് കൂടുതൽ ക്ഷീണിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കൂടിയാണ് നൽകുന്നത്. ആകാശത്തിന്റെ ഭാവി എന്ന ചർച്ചയിൽ കൃത്രിമ ബുദ്ധിയും ഡ്രോൺ കൂട്ട നിയന്ത്രണവും പ്രധാന വിഷയങ്ങളായി മാറുമ്പോൾ ഇറാൻ സ്വീകരിക്കുന്ന സമീപനം യാഥാർത്ഥ്യ ബോധം ഉള്ളതാണ്. കാരണം സാങ്കേതിക മികവിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും പ്രതിരോധ സംവിധാനങ്ങളെ പൂരിതമാക്കുന്ന അളവിൽ അതിന്റെ ശക്തിയിലൂടെ സൃഷ്ടിക്കാമെന്നും ഇറാൻ തെളിയിക്കുന്നു. അതായത് തുല്യത സൃഷ്ടിക്കാമെന്ന കാര്യം ഇറാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് വെറും ഒരു സൈനിക തന്ത്രമല്ല, മറിച്ച് രാഷ്ട്രീയവും സാമ്പത്തികവുമായ സാങ്കേതികവുമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുന്ന വഴി കൂടിയാണ് എന്ന് ഇറാൻ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്.